സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ വിശ്വാസ മേഖലകളെ വ്യക്തമായ നിലക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ മേഖലകളാണ് പരലോക വിശ്വാസം എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തിയത്, ആരാണോ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അവരാണ് വിജയിക്കുന്ന ആളുകളെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആനിലൂടെ അല്ലാഹു ഈമാനുള്ള ആളുകളെക്കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് കാണാം, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാഹ്. ഇവിടെ നമസ്കാരം നിലനിർത്തുകയും ഗൈബ് അദൃശ്യങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ, വരാനിരിക്കുന്നൊരു പരലോകത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യുഖിനൂൻ. ആഖിറത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. അവിടെ ഈമാനുള്ളവൻ്റെ ഗുണങ്ങൾ എണ്ണി പഠിപ്പിക്കുന്നിടത്ത് വരാനൊരു പരലോകമുണ്ടെന്നും ആ പരലോകത്ത് 2 ഭവനങ്ങളുണ്ടെന്നും വിശ്വസിക്കുന്ന ഈമാനുള്ള ആളുകളാണോ നമ്മളെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. സഹോദരങ്ങളെ, 2 ഭവനങ്ങളെക്കുറിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊന്ന് വിശ്വസിക്കുകയും അമൽ സ്വാലിഹാത്തുകൾ ജീവിതത്തിൽ കൃത്യമായി നിലനിർത്തുകയും അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തെ സൂക്ഷ്മതയോടുകൂടി കൈവരിക്കുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗമാണ്. വഅമ്മല്ലദീന ശഖൗ ഫഫിന്നാരി എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു നരകാവകാശികളെക്കുറിച്ച്. അവിടെ ലഹും ഫീഹാ സഖീമും വശഹീഖ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത് 11-ാമത്തെ അധ്യായം അതിൻ്റെ 106-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭാഗ്യവാന്മാരുടെ അവസ്ഥകളെ എണ്ണിപ്പഠിപ്പിക്കുന്നിടത്ത് അവർക്കുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവർ നെടുവീർപ്പിടുന്ന ദിവസങ്ങളെക്കുറിച്ച് എണ്ണുകയാണ് ഖുർആൻ. അവർ നെടുവീർപ്പിൻ്റെ ആളുകളാണ്. നെടുവീർപ്പിടുന്ന, അവർ തേങ്ങിക്കരച്ചിലുകൾ അനുഭവിക്കുന്ന ഒരു ദിവസത്തിലേക്ക് അവർ പ്രവേശിക്കാനുണ്ട്. അത് നരകാവകാശികളെക്കുറിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നതാണ്. അവർ ചെയ്ത അക്രമങ്ങളുടെയും അനീതികളുടെയും ശിർക്കെന്ന മഹാദുരന്തത്തിൻ്റെയും ഒക്കെ കാരണം കൊണ്ട് അവർ നരകം നേടുന്ന ആളുകളാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അതേ വഅമ്മല്ലദീന സഇദൂ ഫഫീ ജഹന്നം ഫഫീ ജന്ന. സ്വർഗ്ഗക്കാരെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാം. ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ, വിശ്വാസം നിലനിർത്തി തഖ്വ കൈവരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് 2-ാമത്തെ ആ ഭവനങ്ങളെക്കുറിച്ച് പറഞ്ഞ മറ്റൊരു ഭവനമായ സ്വർഗ്ഗം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് ഖാലിദീന ഫീഹ, അവർ അതിൽ ശാശ്വതവാസികളായിരിക്കുന്ന. അപ്പോൾ സ്വർഗം നരകമെന്ന സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആനിലൂടെ അല്ലാഹു ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. അങ്ങനൊരു ലോകം നമുക്ക് വരാനുണ്ട് എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടി ജീവിതത്തെ ക്രമീകരിക്കാൻ നിങ്ങൾ നോക്കൂ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന വാക്കുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ളവൻ്റെ പ്രാർത്ഥനകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ 3-ാമത്തെ അധ്യായം സൂറത്തു ആലി ഇംറാനിൻ്റെ 192-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിന്നാര ഫഖദ് അഖ്സൈത വമാ ലിൽളാലിമീന മിൻ അൻസാർ. അവർ പ്രാർത്ഥിക്കുന്നതാണ്, ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക മൻ തുദ്ഖിലിന്നാര ഫഖദ് അഖ്സൈത, ഞങ്ങളുടെ രക്ഷിതാവേ, നീ വല്ലവനെയും നരകത്തിൽ പ്രവേശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ നരകത്തിൽ നീ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അവനെ നീ നിന്ദ്യനാക്കി കഴിഞ്ഞു എന്നാണ് അർത്ഥം. അവൻ നിന്ദ്യനായി.
നരകത്തിലേക്ക് എത്തുന്നതോടുകൂടി, നരകത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നതോടുകൂടി അള്ളാഹു അവനെ നിന്ദിച്ചു എന്നതാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വമാലിൽ ളാലിമീന മിൻ അൻസ്വാർ, അക്രമകാരികളായ ആളുകളെ അവനെ സഹായിക്കാൻ ആരും തന്നെ പരലോകത്തുണ്ടാവുകയില്ല. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് ഈ ഒരു അവസ്ഥകളെ, നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ഒരു വിശ്വാസി നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളായിരിക്കുന്നതാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. സഹോദരങ്ങളെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ട ഹദീസുകളിൽ നമുക്ക് കാണാലോ. രാത്രി ഉറങ്ങിക്കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടെന്ന് എഴുന്നേൽക്കും. എന്നിട്ട് റസൂലുള്ള പറയുന്ന വാക്യതാണ്, അന്നാറു ഹഖുൻ വൽ ജന്നത്തു ഹഖുൻ, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. സ്വഹാബത്തിൻ്റെ മുന്നിലൊക്കെ നരകത്തെക്കുറിച്ച്, അതിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ഇങ്ങനെ വിവരിക്കുന്നത് കേൾക്കുമ്പോൾ, ആ നരകത്തിൻ്റെ അവസ്ഥകൾ കേൾക്കുമ്പോൾ അവർ കരയും, അവർ വിതുമ്പുമായിരുന്നു. പള്ളികളിൽ നിന്ന് എഴുന്നേൽക്കാതെ അവിടെ ഇരുന്ന് വിതുമ്പുന്ന സ്വഹാബത്തിനൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം. നരകത്തിൻ്റെ ആയത്തുകൾ കേട്ടിട്ട് കരഞ്ഞവർ, നരകത്തെക്കുറിച്ച് അതിൻ്റെ ഭയാനകത അറിഞ്ഞു കരഞ്ഞവർ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അതിനെ കൊണ്ടുവരുന്ന അവസ്ഥകളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുഅതാ ബി ജഹന്നമ യൗമഇദിൻ ലഹാ 70000 സിമാം മഅ കുല്ലി സിമാമിൻ 70000 മലക്കിൻ യജറൂനഹാ. നരകത്തെക്കുറിച്ച് പറയുന്നിടത്ത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മലക്കുകൾ 70000 ചങ്ങലകൾ, 70000 കണ്ണികളുള്ള 70000 ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട രൂപത്തിൽ നരകത്തെ മലക്കുകൾ വലിച്ചു കൊണ്ടുവരും. നരകത്തെങ്ങനെ വലിച്ചു കൊണ്ടുവന്നിട്ട് നരകത്തിൽ 70000 കണ്ണികളുണ്ടാകും. ആ ചങ്ങലയിൽ ഓരോ കണ്ണികളിലും 70000 മലക്കുകൾ ഉണ്ടാകുമെന്നാണ്. അത്രമാത്രം മലക്കുകൾ, അൽഫ മലക്കിൻ യജുറൂനഹാ. നോക്കൂ നിങ്ങൾ, 70000 മലക്കിൻ യജുറൂനഹാ, അവർ അതിൽ വലിച്ചു കൊണ്ടുവരുന്നതാണ്. ആ ഓരോ കണ്ണിയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഓരോ കടിഞ്ഞാണിലും 70000 മലക്കുകൾ പിടുത്തം പിടിച്ചവരായി അവർ നരകത്തെ വലിച്ചു കൊണ്ടുവരും. നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നരകം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ചിഹ്നം വിളികളുണ്ടാകും, ചൂളം വിളികളുണ്ടാകും, സിംഹങ്ങളുടെ ഗർജനങ്ങളെക്കാൾ വലിയ ഗർജനത്തിൻ്റെ മുഴക്കങ്ങൾ നരകത്തിലുണ്ടാകും. നരകത്തെക്കുറിച്ച് ഇങ്ങനെ അതിൻ്റെ ഭയാനകത എങ്ങനെയാണ് പഠിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നരകത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പറഞ്ഞ ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബികളും ദീന് ചർച്ച ചെയ്യാൻ അവർ സദസ്സിലിരിക്കുന്ന സമയം, സദസ്സിൽ വട്ടത്തിലിരിക്കുന്ന നേരത്തൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് സമിഅ വജ്ബത്തൻ, ഒരു ശബ്ദം കേട്ടു എന്നാണ്. ആ ശബ്ദം കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ് സ്വഹാബത്തിനോട്, തദറൂന മാ ഹാദാ, ഇപ്പോൾ കേട്ട ശബ്ദം എന്താ, നിങ്ങൾക്ക് മനസ്സിലായോ? സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, അള്ളാഹ്ക്കും റസൂലിനും അറിയാം. അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, സമിഉ, നിങ്ങൾ കേട്ട ശബ്ദമില്ലേ, ആ ശബ്ദം ഹാദാ ഹജറുൻ, അതൊരു കല്ലാണ്, റുമിയ ബിഹി ഫിന്നാരി മുൻദു 70 ഖരീഫാ, 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലിട്ടൊരു കല്ലാണത്. ആ കല്ല് ചെന്ന് പതിക്കാനുള്ള കാലയളവ് 70 വർഷത്തെ വഴിദൂരം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഒരു കഥ കേട്ടിങ്ങനെ പോണ പോലെയല്ല, ജീവിതത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കാനുള്ള, മനുഷ്യന്മാർ കണ്ടുമുട്ടാനുള്ള ഒരു ഗൈബിയായ വരാനിരിക്കുന്നൊരു സംഭവത്തെ ഒരു ഈമാനുള്ള മനുഷ്യൻ വിശ്വസിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ വിശ്വാസമാണ് ഞാൻ തുടക്കത്തിൽ ഓതിയ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ആദ്യ ഭാഗം ഉണ്ടല്ലോ, അത് പഠിപ്പിച്ചു തന്ന പാഠമില്ലേ സഹോദരങ്ങളെ? അതിങ്ങനെ ഓതിപ്പോകാനുള്ളതല്ല. ആ നരകത്തെ ഖുർആൻ ഇങ്ങനെ വർണ്ണിച്ചു തരികയാണ്. ആ നരകത്തെ ഖുർആനിൻ്റെ അതിൻ്റെ ഭയാനകത എങ്ങനെ പഠിപ്പിക്കുക. പലരും പറയും നരകത്തെക്കുറിച്ച് പറഞ്ഞിങ്ങനെ പേടിപ്പിക്കുക എന്നുള്ളതല്ല. നരകം കേട്ടിട്ട് സഹോദരങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് കൊതിയുണ്ടാവാനാണ് നരകം പറയുന്നത്.
സ്വർഗത്തിലേക്ക് പോകണം. ഈ നരകത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ അയൽവാസികളും എൻ്റെ നാട്ടുകാരും പോയിക്കൂടാ എന്ന് കൊതിക്കുന്നിടത്ത് ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ കൽബിലൊരു രൂപം ഉണ്ടാവണമെന്ന് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. നിങ്ങൾ നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് 70 വർഷത്തെ വഴിദൂരം നരകത്തിനുണ്ട്. നരകത്തിൻ്റെ ചൂടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അസ്ഹാബുശ്ശിമാലി മാ അസ്ഹാബുശ്ശിമാൽ. ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, ഇടതുപക്ഷക്കാരുടെ അവസ്ഥ എന്താണെന്നറിയുമോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ സമൂമിൻ വഹമീം വളില്ലിം മിൻ യഹ്മൂം. ആ നരകത്തിൻ്റെ അവസ്ഥ തളച്ചുമറിയുന്ന ഉഷ്ണമാണ്, ചൂടാണ് നരകത്തിലുള്ളത്. അതേ ചുട്ട് തിളക്കുന്ന വെള്ളമാണ് നരകക്കാർക്ക് കുടിക്കാനുള്ള വെള്ളം, ചുട്ട് തിളക്കുന്ന വെള്ളം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഇങ്ങനെ വിവരിച്ചിട്ട് പറയാണ്, അള്ളാഹുവിൻ്റെ ഖുർആൻ ബോധ്യപ്പെടുത്താണ്. അതേ പിന്നെ കരിമ്പുകയുടെ ചായങ്ങൾ അല്ലെങ്കിൽ കരിമ്പുകയുടെ തണലാണ് അവർക്കുള്ളത്. പുക നിറഞ്ഞു നിൽക്കുന്നൊരു അന്തരീക്ഷം നരകത്തിൻ്റെ ആളുകൾക്ക്. എന്നിട്ട് ഖുർആൻ പറയാണ്, ലാ ബാരിദിൻ വലാ കരീം. അതേ തണുപ്പുള്ളതോ സുഖമുള്ളതോ ആയ ഒന്നും അവിടെ ലഭിക്കുകയില്ല. സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം നരകത്തിൽ ഒരു മനുഷ്യൻ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അന്നാറു ഹഖ്കുൻ വൽ ജന്നത്തു ഹഖ്കുൻ, ഇത് സത്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഈ ഹദീസിൽ കാണാം, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, കാന യഖൂലു, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, ലൗ തഅലമൂന മാ അഅലം ലളഹിബ്തും ഖലീലാ വലബകൈതും കസീറാ. ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിബ്തും ഖലീലാ വലബകൈതും കസീറാ, നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ, വലബകൈതും കസീറാ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു. ദുനിയാവിൻ്റെ ആഡംബരങ്ങളിൽ മുഴുകി ആഹ്ലാദത്തിൻ്റെ തിമർപ്പുകളിൽ ജീവിക്കുന്ന മനുഷ്യരെ ഖുർആൻ ഓർമ്മപ്പെടുത്താണ്. അള്ളാന്റെ റസൂല് പറയാണ്, നരകത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, നരകത്തിൻ്റെ വിഭീകരതയെ, നരകത്തിൻ്റെ വർണ്ണനകളെ, നരകത്തിൻ്റെ ആഴത്തെ, നരകത്തിൻ്റെ തീജ്വാലകളെ, നരകത്തിൽ കിട്ടുന്ന ഭക്ഷണത്തിനെ, നരകത്തിൻ്റെ അവസ്ഥകളെ ഞാൻ അറിഞ്ഞ പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിബ്തും ഖലീല, നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുള്ളൂന്ന. സഹോദരങ്ങളെ, തൻ്റെ ടീം ജയിച്ചു എന്നറിയുമ്പോൾ ദുനിയാവിൽ എവിടെയോ കളിച്ച് ആഹ്ലാദം കൊള്ളുന്നവന്റെ ആഹ്ലാദ തിമർപ്പുകൾ, അവർക്ക് പോലും ഇല്ലാത്ത ആഹ്ലാദങ്ങളുടെ പേരിൽ സമ്പത്ത് പൊടിപൊടിച്ച് ഹറാമിന്റെ ലോകത്ത് പോലും ആടിത്തിമർക്കുന്നവരെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്താണ്. അള്ളാന്റെ റസൂൽ പറയാണ്, നരകത്തെ നിങ്ങൾ മറക്കരുതേ, സ്വർഗത്തെ നിങ്ങൾ മറക്കരുതേ, പരലോകത്തെ നിങ്ങൾ മറക്കരുതേ, ജമാഅത്തുകൾ പോലും നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകളെ നിങ്ങൾ രൂപപ്പെടുത്തല്ലേ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സുകളോട് ചിന്തിക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ എവിടെയാണുള്ളത്? നമ്മുടെ അവസ്ഥകൾ എന്താണ്? ആഘോഷങ്ങളും ആഹ്ലാദങ്ങളും ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിൽക്കുമ്പോൾ പരലോകവും പിന്നെ നരകവും സ്വർഗവും ഒക്കെ മറന്നുപോകുന്ന അവസ്ഥ. ഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ ലഹാ സബ്അതു അബ്വാബിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൻ്റെ ആയത്തോതി പഠിപ്പിക്കുകയാണ്. നരകത്തിൻ്റെ കവാടങ്ങളെക്കുറിച്ച് ഇങ്ങനെ എണ്ണി 7 കവാടങ്ങൾ നരകത്തിനുണ്ടതാണ്. 7 കവാടം. ആ 7 കവാടത്തിൻ്റെ ഉള്ളിലൂടെ നരകക്കാരായ ആളുകൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അവർ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥകളെ പറഞ്ഞു. നരകത്തിൻ്റെ ചൂടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വേണ്ട മനുഷ്യരെ, നിങ്ങൾ വിചാരിക്കുന്നതല്ല നരകം. നരകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതല്ല. നസ്സാഅത്തൻ ലിശ്ശവാ, നിങ്ങളുടെ തലയോട്ടിയെ ഉരുക്കിക്കളയുന്ന തീജ്വാലയാണ് നരകം. ഒരു മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ സഹോദരങ്ങളെ, മറ്റു എല്ലുകളൊക്കെ ദ്രവിച്ചാലും തലയോട്ടിയോടെ ബാക്കിയുണ്ടാവും.
ആ തലയോട്ടി വരെ കരിക്കപ്പെടുന്ന നരകമാണ് നരകമെന്ന്, ആ തീജ്വാല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടുണ്ട് നരകത്തിലെ ഏറ്റവും ചെറിയ ചൂടിനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ബൈക്കിലിങ്ങനെ പോകുമ്പോൾ ആ ബൈക്കിൻ്റെ ചൂടായ സൈലൻസറിൻ്റെ ഭാഗം ഒന്ന് കാലുമ തട്ടിയാൽ നമ്മൾ പെട്ടെന്ന് വലിക്കും. ആ അവസ്ഥ പോലും സഹിക്കാനാവാത്ത മനുഷ്യനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, 42 മുഴം കട്ടിയുള്ള തൊലി കൊടുക്കുന്നതാണ് നരകക്കാരന്. ആ തൊലിയെക്കുറിച്ച് പറയുമ്പോൾ സഹോദരങ്ങളെ, ശാസ്ത്രലോകം ആ ഒരു വശത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. മാംസങ്ങളിലല്ല, ഒരു തൊലിയുള്ള ശരീരത്തിൽ കുത്തുമ്പോഴാണ് വേദന അനുഭവിക്കുക. നമ്മുടെ തൊലി കരിയുമ്പോഴാണ്, അല്ലെങ്കിൽ തൊലിയിൽ വേദന, എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമ്പോഴാണ് വേദനകൾ രൂപപ്പെടുന്നത്, അല്ലേ? ഈ തൊലിയിലുണ്ടാകുന്ന ഒരു രോമങ്ങനെ പിടിച്ചു വലിച്ചാൽ അനുഭവിക്കുന്ന വേദന എന്താ? ഒരു തൊലിയിൽ ചെറുതായിട്ടൊരു പൊള്ളലേറ്റാൽ അതിൻ്റെ നീറ്റലെന്താ? നമ്മളിങ്ങനെ ഊതിയും കൊണ്ട് നടക്കല. പക്ഷെ ആ നരകത്തിൻ്റെ ആഴത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർണ്ണിക്കുമ്പോൾ ആ നരകത്തിലേക്ക് മനുഷ്യൻ എറിയപ്പെടുന്നതാണ്. ഖുർആൻ അതുകൊണ്ടാണ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശരീരത്തെയും നിങ്ങൾ നരകത്തുനിന്ന് കാക്കണം. മക്കൾ തോന്നിവാസം ചെയ്യുമ്പോൾ മക്കളെ കണ്ടിട്ട് അവർ ചെയ്തോട്ടെ എന്നുള്ള മട്ടിൽ ജീവിക്കണ്ടാൻ. ഭാര്യയിലൊരു തെറ്റ് കാണുമ്പോൾ ആ തെറ്റ് തടുക്കാതിരിക്കണ്ടാൻ. ഭർത്താവിലൊരു തെറ്റ് കാണുമ്പോൾ അത് തെറ്ററിഞ്ഞിട്ടും മൗനം പാലിക്കണ്ടാൻ. അയൽവാസിയിലൊരു തിന്മ കാണുമ്പോഴും ഒരു ശിർക്ക് കാണുമ്പോഴും മൗനം പാലിക്കണ്ട, എടുത്തു പറഞ്ഞു കൊടുത്തോളിന്നാ. കാരണം എന്താ അറിയോ? അയാളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, ഞാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതിനെനിക്കുള്ള മാർഗം എന്താ? ഈ ദഅവത്തും എൻ്റെ കുടുംബത്തിലും എൻ്റെ പരിസരത്തും ഈ ദീനിങ്ങനെ പഠിപ്പിക്കണം. ഇസ്ലാമിൻ്റെ ആശയങ്ങളിലേക്ക് അവരെ കൊണ്ടുവരണം. നമ്മുടെ സമ്പത്ത് അതിന് ചെലവഴിക്കണം, നമ്മുടെ ആരോഗ്യം അതിന് ചെലവഴിക്കണം, നമ്മുടെ ഒഴിവ് സമയങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി സമയം കണ്ടെത്തി ഇറങ്ങാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശരീരത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തോളി. ഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യനെയും കല്ലിനെയും ഇന്ധനമാക്കി കരിച്ചു കളയുന്നതാണ് നരകം. മനുഷ്യൻ്റെ കൂടെ കത്തിക്കരിഞ്ഞ് ചാമ്പലാകുന്നത് കല്ലുമാണെന്നാണ്. സഹോദരങ്ങളെ, കല്ല് കരിയോ? ഇരുമ്പ് ഉരുക്കിയിട്ട് ഉരുകി വരുന്ന ഇരുമ്പിനെ അതിങ്ങനെ ചേർത്ത് വെക്കാൻ, അല്ലെങ്കിൽ അതിനെ ശേഖരിക്കാൻ വേണ്ടി മറ്റൊരു ഇരുമ്പിൻ്റെ പാത്രമല്ല വെക്കുക. ഇരുമ്പ് ഉരുക്കിയിട്ട് ഒലിച്ചു വരുന്ന ആ ദ്രാവകത്തെ ഒരു കല്ലിൻ്റെ പാത്രത്തിലേക്കാണ് ചേർത്ത് വെക്കുക. കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു സംവിധാനത്തിലേക്കാണ് ചേർത്ത് വെക്കുക. ഭൗതികമായ ഒരു ഇരുമ്പ് ഉരുക്കുന്നിടത്ത് പോയി നോക്ക്. ആ ഇരുമ്പിനെ ശേഖരിച്ചു വെക്കുക, ഉരുകി വരുന്ന ഇരുമ്പിനെ ശേഖരിച്ചു വെക്കുക ഒരു കല്ലിലാണ്. എന്നാൽ ആ കല്ല് വരെ കരിക്കപ്പെടുന്നതാണ് നരകമെന്ന് പറഞ്ഞാൽ ആ നരകത്തിൻ്റെ ചൂടെത്രേ, ആ നരകത്തിൻ്റെ ആഴമെത്രേ, ആ നരകത്തിൻ്റെ കാഠിന്യം എത്രയാണ്. ആ ചിന്തയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തഖ്വ വർദ്ധിപ്പിക്കുന്നത്. ആ ചിന്തയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇബാദത്തിൽ നമുക്ക് വ്യക്തമായ ഗഫലത്തില്ലാതെ, അശ്രദ്ധയില്ലാതെ നമ്മുടെ ഇബാദത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ആ ചിന്തയാണ് നമ്മുടെ കുടുംബത്തെ നല്ലവണ്ണം പരിചരിച്ചും പരിഗണിച്ചും നോക്കണമെന്ന കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകുന്നത്. ആ നരകത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നാണ് ഇസ്ലാമിൻ്റെ പ്രബോധനത്തിൽ ഞാനെന്ന വ്യക്തി സജീവമാകണം എന്ന കാഴ്ചപ്പാട് എനിക്ക് രൂപപ്പെടുന്നത്. ആ നരകമെന്ന ചിന്തയിൽ നിന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉടനീളം എൻ്റെ വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാന മേഖലകളെ ഞാൻ നന്നാക്കണമെന്ന ചിന്ത എൻ്റെ കൽവിൽ രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് നരകത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പഠിപ്പിക്കാനുള്ള കാരണം. നരകത്തിൻ്റെ ഭയാനകത പറഞ്ഞിടത്ത് സഹോദരങ്ങളെ, നരകത്തിൽ കോടാനക്കോടി മനുഷ്യരെ വലിച്ചെറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നരകത്തിൽ കോടാനക്കോടി മനുഷ്യരെ വലിച്ചെറിയുന്ന, നരകത്തിൽ എറിയപ്പെടുന്ന മനുഷ്യരുടെ അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞിടത്ത് കാണാം സഹോദരങ്ങളെ. നരകത്തിലെ ഒരു മനുഷ്യന് ഈ 42 മുഴം കട്ടിയുള്ള തൊലിയിലേക്ക് താറുകൊണ്ടുള്ള കുപ്പായം ധരിപ്പിക്കുന്ന താറിൻ്റെ കുപ്പായം. ഈ താറിൻ്റെ കുപ്പായം ശരീരത്തിൻ്റെ മാംസളമായ ഭാഗങ്ങൾ ഇങ്ങനെ ഒലിച്ചിറങ്ങും. ശരീരം ഇങ്ങനെ ഉരുകി ഒലിക്കുന്ന ശരീരത്തിലേക്ക് അല്ലാഹു വീണ്ടും കുപ്പായം കൊടുക്കും, വീണ്ടും തൊലി കൊടുക്കും, വീണ്ടും താറുകൊണ്ടുള്ള കുപ്പായം നൽകും, വീണ്ടും അത് ഉരുകി ഒലിക്കുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ, അവിടെ മരണവുമില്ല ജീവിതവുമില്ല, രണ്ടിൻ്റെയും ഇടയിലുള്ളൊരവസ്ഥ.
അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഈ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ, നമ്മുടെ കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ എന്താണ് പരിഹാരത്തിൻ്റെ മാർഗം? അതാണ് സഹോദരങ്ങളെ നമ്മൾ അന്വേഷിക്കേണ്ടത്. അതാണ് ഇസ്ലാം നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചു തന്ന മാർഗം. അതാണ് അത് പഠിക്കുക, അതിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകുക. നരകത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് കാണാം. അക്രമകാരികളായ ആളുകളുടെ താഴ്ഭാഗത്തെ ചുണ്ട് നെറ്റിത്തടം വരെ, താഴ്ഭാഗത്തെ ചുണ്ട് പൊക്കിള് വരെ തൂങ്ങി നിൽക്കുന്ന, മുകൾ ഭാഗത്തെ ചുണ്ട് നെറ്റിത്തടം വരെ പൊങ്ങി നിൽക്കുന്ന, ഹറാമ് ചെയ്തവർ, പലിശ ഇടപാട് നടത്തിയവർ, അള്ളാഹുവിൻ്റെ ദീനിനെ പുച്ഛിച്ചും പരിഹസിച്ചും ജീവിച്ചവർ, ഇസ്ലാമിനെ നിന്ദിച്ചും അവഗണിച്ചും ജീവിച്ചവർ, ശിർക്ക് ചെയ്തവർ, കുഫറിൻ്റെ വക്താക്കൾ, ഹദീസിനെ നിഷേധിച്ചവർ, പല രൂപത്തിലുള്ള മനുഷ്യരില്ലേ, അവരിങ്ങനെ കൈ കടിച്ചു പിടിച്ചിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, യാ ലൈതനാ അതഅനല്ലാഹ വ അതഅന റസൂല. എൻ്റെ കഷ്ടമേ, എൻ്റെ നാശമേ, ഞാൻ എൻ്റെ റസൂലിനെയും അല്ലാഹനെയും ഞാൻ അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നരകക്കാരൻ വിലപിക്കുമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ നരകത്തിൽ നമ്മൾ പോകാതിരിക്കാൻ എന്ത് ജാഗ്രതയാണ് സഹോദരങ്ങളെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ആ ചിന്തക്കല്ലേ പ്രാധാന്യം കൂടുതൽ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നരകക്കാരൻ്റെ തോളിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തണമെങ്കിൽ 3 ദിവസത്തെ യാത്രാ ദൂരം. 3 ദിവസത്തെ, അങ്ങനെയുള്ള കോടാനക്കോടി മനുഷ്യരെ നരകത്തിലിടുക. ഈ ഊരയുടെ ഭാഗം മജ്ലിസിൻ്റെ വലുപ്പത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഫഇന്ന മജ്ലിസഹു ഫീഹിൽ ജഹന്നം കമാ ബൈന മക്ക വ മദീന. മക്കക്കും മദീനക്കും ഇടയിലുള്ള വിശാലത അവൻ്റെ ഊരയുടെ വലുപ്പത്തിന് പറഞ്ഞു. നരകത്തിലൊരു മനുഷ്യൻ്റെ ഊരയുടെ ഭാഗം അത്ര വിശാലമായ മനുഷ്യ ശരീരത്തെ അങ്ങനെയുള്ള കോടാനക്കോടി മനുഷ്യരെറിഞ്ഞാലും നരകം നിറയണില്ല. നരകത്തിനോട് അല്ലാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, നരകമേ ഹലിം തലഹ്തി, നിനക്ക് മതിയായോ? സൂറത്തുൽ ഖാഫ് എടുത്തിട്ട് ഇങ്ങനെ വായിച്ചു നോക്കണം സഹോദരങ്ങളെ. അവിടെ ചോദിക്കുന്ന ചോദ്യമാണ് നരകത്തിനോട്, ഹലിം തലഹ്തി, നരകമേ നിനക്ക് മതിയായോ? നരകം പറയും, ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്. ഇനിയുമുണ്ടെങ്കിൽ ഇനിയും പോന്നോട്ടെ റബ്ബേ, ഇനിയുമുണ്ടെങ്കിൽ ഇനിയും പോന്നോട്ടെ റബ്ബേ എന്ന് നരകം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ നരകമാണ് സഹോദരങ്ങളെ അവിശ്വാസികൾക്കും കാഫിരീങ്ങൾക്കും തോന്നിവാസികൾക്കും അക്രമകാരികൾക്കുമൊക്കെ അല്ലാഹു ഒരുക്കി വെച്ച നരകം. നമുക്കിഞ്ഞും തൗഹീദ് പഠിക്കാൻ നേരായിട്ടില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന് ചിന്തിക്കാൻ നമുക്ക് നേരായിട്ടില്ല. ഇനിയും പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കിൻ്റെ വിളിയാളമുണ്ടാകുമ്പോൾ എല്ലാ ക്ലബിലെ ഏർപ്പാടുകളും നിർത്തിവെച്ച് പള്ളിയിലേക്ക് കയറി വരാൻ നമുക്ക് സമയമായിട്ടില്ല. നമുക്കിതിനൊന്നും നേരല്ല. ഓടുകയാണ് ദുനിയാവിൻ്റെ പിന്നാലെ, ദുനിയാവിൻ്റെ പിന്നാലെ. അവിടെ നിന്ന് മാറി ചിന്തിച്ചിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ആഖിറം നഷ്ടത്തിലാവും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഈ നരകത്തിൽ നിന്ന്, ഈ നരകത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന്, ഈ അവസ്ഥകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. നരകത്തിൻ്റെ ഭയാനകതയിലെ ചില ഭാഗങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. പരിശുദ്ധ ഖുർആനിൽ കാണാം, നരകത്തിലേക്ക് എറിയപ്പെട്ട മനുഷ്യന്മാർ അള്ളാഹുവിനോട് വിലാപങ്ങൾ പറയുന്നിടത്ത് അള്ളാഹുവിനോട് പറയുമത്ര, അള്ളാഹുവേ, എൻ്റെ മക്കളെ നീ നരകത്തിൽ എറിഞ്ഞോ റബ്ബേ, എൻ്റെ ഭാര്യയെ നീ നരകത്തിലിട്ടോ, എൻ്റെ കുടുംബത്തെ നീ നരകത്തിലിട്ടോ, പക്ഷേ എന്നെ രക്ഷപ്പെടുത്താൻ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾ എറിഞ്ഞാലും എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു തരണമെന്ന് നരകക്കാരൻ വിലപിക്കുന്നതാണ്. സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ നരകത്തിലിട്ടോ എന്ന് പറയാൻ മാത്രം പീഡനങ്ങൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ വേദനകൾ അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നരകത്തിലുള്ളതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തരും. നരകത്തെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ അള്ളാഹു ഒരു കരുണയറ്റവനാണോ എന്ന കാഴ്ചപ്പാടിലാണ് പല ആളുകളും നരകത്തെക്കുറിച്ച് ചിന്തിക്കുക. സഹോദരങ്ങൾ, അള്ളാഹു വലിയ കാരുണ്യവാനാണ് എന്നതിൻ്റെ അടയാളമാണ്. എന്തേ കാരണം എന്നറിയോ? ദുനിയാവിൽ എത്ര തെമ്മാടിയായി ജീവിച്ചിട്ടും അള്ളാഹുവിന് ഏറ്റവും വെറുപ്പായ ശിർക്കിൻ്റെ പ്രവർത്തനം ചെയ്തിട്ടും അള്ളാഹുവിനക്ക് വെള്ളം കൊടുത്തില്ലേ? അള്ളാഹുവിനക്ക് വായു കൊടുത്തില്ലേ? അള്ളാഹ് അയാൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ കൊടുത്തില്ലേ?
ആഖിറത്തിൽ വിജയിക്കണമെങ്കിൽ ഇങ്ങനെ ജീവിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 മാർഗങ്ങൾ, ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, 2 മാർഗങ്ങൾ കാണിച്ചു തന്നിട്ട് ആ സത്യം അന്വേഷിക്കാനും സത്യം കണ്ടെത്താനും അതിലേക്ക് ചിന്തിക്കാൻ പോലും മനുഷ്യൻ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളെയും ലംഘിച്ച് ജീവിക്കുമ്പോൾ അവന് അള്ളാഹു ഒരു ശിക്ഷ വിധിക്കണ്ടേ? അവൻ അള്ളാഹു ഒരു അദാബ് വിധിക്കണ്ടേ? അവൻ ചെയ്ത കുറ്റങ്ങൾക്കും അവൻ ചെയ്ത അക്രമങ്ങൾക്കും അല്ലേ? പരലോകമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ 10 ആളുകളെ ഒരുത്തൻ കൊന്നാൽ സഹോദരങ്ങൾ, അവനെ ദുനിയാവിൽ എത്ര തവണ തൂക്കിക്കൊല്ലും? ഒറ്റത്തവണ തൂക്കിക്കൊല്ലും. ഇനിയിപ്പോൾ ഒരാളെ കൊന്നതിനുള്ള പകരമായി അവനെ ഒരു പ്രാവശ്യം അവനെ കൊന്നാൽ അവനെ ഒരാളെ കൊന്നതിനുള്ള പകരമായി ബാക്കി 9 ആളെ കൊന്നതിൻ്റെ ശിക്ഷ അവനക്ക് കിട്ടണ്ടേ? അതിനൊരു വിചാരണയുടെ ലോകം വേണ്ടേ? അതിനൊരു പരലോകം വേണ്ടേ? അതാണ് ഖുർആൻ പഠിപ്പിച്ച പരലോകം, അതാണ് വിചാരണയുടെ ലോകം. ആ വിചാരണയുടെ ലോകത്ത്, യൗമുൽ ഹിസാബിൻ്റെ ലോകത്ത് രക്ഷപ്പെട്ടവർക്കുള്ളതാണ് സ്വർഗം. അവിടെ രക്ഷപ്പെടാത്തവർക്കോ അവിടെ നരകമാണ്. ഖുർആൻ പഠിപ്പിച്ചു, എല്ലാവരെയും അല്ലാഹു നരകത്തിൻ്റെ വക്കിലേക്ക് കൊണ്ടുവരും. നരകത്തിൻ്റെ വക്കിൽ കൊണ്ടുവരാപ്പെടാത്തവരായി ആരുമില്ല, മുഴുവൻ ആളുകളും നരകത്തിൻ്റെ വക്കിൽ കൊണ്ടുവരപ്പെടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തോതിയിട്ട് ആ നരകത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവർ, അതേ സ്വർഗാവകാശികളായി നരകത്തിൻ്റെ വക്കിൽ നിന്ന് നരകം കണ്ടിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നവർ, അവർ തെഖ്വയുള്ളവരായിരിക്കും. അല്ലാഹനെ സൂക്ഷിച്ച് ഭയന്ന് തെഖ്വയോടുകൂടി ഇബാദത്തുകളിലും വിശ്വാസത്തിലുമൊക്കെ ശ്രദ്ധ കൈവരിച്ച് ജീവിച്ചവർ, അവർക്ക് അല്ലാഹു സ്വർഗം നൽകും. എന്നാൽ അക്രമകാരികൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചതാണ് നരകമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്താൻ. സൂറത്തു മറിയമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വിവരിച്ചു പോരാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ നരകത്തെക്കുറിച്ച് സദാ ചിന്തിക്കാനും അതിൻ്റെ കൂടെ തന്നെ അനുഭൂതികളുടെയും ആനന്ദങ്ങളുടെയും ലോകമായ സ്വർഗത്തെക്കുറിച്ച് പഠിക്കാനും നമുക്ക് കഴിയണം. മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖത്തറ അലാ ഖൽബി ബസർ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു കൽബ് കൊണ്ടും ചിന്തിച്ച് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റാത്ത മനോഹാരിത നിറഞ്ഞ സ്വർഗം. ആ സ്വർഗം വിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അവർക്ക് തഖ്വ വേണം, ഈമാനുണ്ടാവണം, ഇബാദത്തുണ്ടാവണം. ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ്. ദുനിയാവിനനുസരിച്ച് ഇങ്ങനെ ജീവിച്ചു പോയിട്ട് ദുനിയാവിലെ എല്ലാ ആഡംബരങ്ങളിലും മുഴുകി ജീവിച്ചിട്ട് ആഖിറം വിജയിക്കണം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ നടക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു പഠിപ്പിച്ചു, നിനക്കെന്താണ് അനുവദിക്കപ്പെട്ടത്, നിനക്കെന്താണ് നിഷിദ്ധം, ഇത് പഠിക്കണം. ഈ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ ലംഘിച്ച് ഇന്നത്തെ യുവതലമുറയിലെ പ്രായമായവർ പോലും സഹോദരങ്ങളെ വേൾഡ് കപ്പിൻ്റെ പിന്നാലൊക്കെ പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകണ്ടെന്നല്ല പറയണത്, കളി കാണണ്ടെന്നോ അതിൽ നമ്മുടെ മനസ്സ് സന്തോഷിക്കണ്ടെന്നൊന്നും അതിന് വകുപ്പില്ല. ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന് ചെയ്യേണ്ട ഇബാദത്തിനെ നഷ്ടപ്പെടുത്തിയിട്ട് ഫുട്ബോൾ കാണുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താ മാത്രം ചിന്തിച്ചാൽ മതി. അത് മാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് അനുവദിക്കപ്പെട്ടതാണോ? രാത്രി 2 മണിക്ക് അലാരം വെച്ച് എഴുന്നേറ്റ് കളി കണ്ടിട്ട് ആ കളി കഴിഞ്ഞപ്പോൾ വീണ്ടും കിടന്നുറങ്ങി സുബഹിൻ്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നുണ്ടോ? ചിന്തിക്കണ്ടേ, ആലോചിക്കണ്ടേ? എത്ര ജമാഅത്തുകൾ നമുക്ക് ഈ കളി തുടങ്ങിയതിന് ശേഷം എത്ര ജമാഅത്ത് നഷ്ടപ്പെട്ടു? അള്ളാൻ്റെ കോടതിയിൽ വിചാരണയ്ക്ക് ഉത്തരം പറയണ്ടേ, മറുപടി പറയണ്ടേ? പള്ളിമിനാരങ്ങളിൽ നിന്ന് ബാങ്കിൻ്റെ വിളിയാളം നമ്മൾ അറിയാതെ പോകരുത്, കേൾക്കാതെ പോകരുത്. ഫെഡ്ലൈറ്റ് സ്റ്റേഡിയങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ പള്ളിയിൽ നിന്ന് ബാങ്കിൻ്റെ വിളിയാളമുണ്ട്, അസറിൻ്റെ വിളിയുണ്ട്, ളുഹറിൻ്റെ വിളിയുണ്ട്, മഗ്രിബിൻ്റെ വിളിയുണ്ട്, ഇശാഇൻ്റെ വിളിയുണ്ട്. അറിയണില്ല, കേൾക്കണില്ല, അതിലേക്ക് ചെവി പോലും കൊടുക്കണില്ല. അള്ള വിളിച്ചിടത്തേക്ക് നമ്മൾ പോണില്ല. ഇവിടെ ശിക്ഷ വരാതെ വേറെന്തു വരണം? നരകം വിധിക്കാതെ വേറെന്തു വിധിക്കണം? അല്ലേ? അല്ല തന്ന വെള്ളം കുടിച്ചു, അല്ല തന്ന വായു ശ്വസിച്ചു, അള്ളാഹു തന്ന സകല നിഅമത്തുകളും മനുഷ്യൻ ആസ്വദിച്ച് ജീവിച്ചു. എന്നിട്ട് പടച്ചോൻ കൽപ്പിച്ച നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് ജീവിക്കുക. എന്നിട്ട് അല്ല ശിക്ഷ വിധിക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു ഭീകരവാദിയാ? പടച്ചോൻ ഒരു ക്രൂരനാണോ എന്ന് ചോദ്യം ചോദിക്കുക. എന്ത് നിയമമുള്ളത്? എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ച് ജീവിച്ചിട്ട് അള്ളാഹ്ക്ക് നന്ദികേട് കാണിക്കുക. ഖുർആൻ പഠിപ്പിച്ചത് എത്ര സത്യമാണ്, എത്ര യാഥാർത്ഥ്യമാണ് അല്ലേ? വൽ ആദിയാതി ളബ്ഹ,
ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅസർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ. ഒരു കുതിരയെ എങ്ങനെ ഉപമിക്കാൻ? കൊളുമ്പുകൾ കല്ലിലൊരസിയിട്ട് കിതച്ചു കൊണ്ടോടുന്ന കുതിരയ്ക്ക് സമാനം. ആ കുതിരയെ ഉപമിക്കാണ്. ആ കുതിര പ്രഭാതത്തിൽ എഴുന്നേറ്റോടുക. എന്തിനു വേണ്ടി? യജമാനൻ തോളത്തിരുത്തിയിട്ട് ശത്രു സംഘത്തിൻ്റെ നടുവിലേക്ക് ഒരു കുതിര ഓടുന്നുണ്ടെങ്കിൽ യജമാനന്റെ ശരീരത്തിൽ വാള് തട്ടാതെ, ശത്രുവിൻ്റെ ആയുധം തട്ടാതെ പൊടിപടലങ്ങൾ സൃഷ്ടിച്ചിട്ട് പ്രഭാതത്തിൻ്റെ വേളയിൽ ഒരു കുതിര ഓടുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ കുതിര ഓടുന്നത്? തൻ്റെ യജമാനൻ വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ, തൻ്റെ യജമാനൻ പുല്ല് കൊടുത്തതിൻ്റെ പേരിൽ, തൻ്റെ യജമാനൻ ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ ആ കുതിര യജമാനനോട് ഓടിക്കുന്ന നന്ദിയാണത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞ പ്രയോഗം എന്താ അറിയോ? ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്. എന്നാൽ മനുഷ്യൻ അവൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. അള്ളതന്ന് വെള്ളം കുടിച്ച് വായു ശ്വസിച്ച് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ട് അള്ളാഹ്ക്ക് ശിർക്ക് ചെയ്യുന്ന, അള്ളാഹിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്ന, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന ആളുകളായി മനുഷ്യന്മാർ മാറുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള നന്ദി കെട്ട ആളുകൾക്ക് അള്ളാഹ് ഒരുക്കി വെച്ച ലോകമാണ് നരകം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, അതുകൊണ്ട് നിരന്തരമായി ഇബാദത്തിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. തഖ്വയുടെ വിഷയത്തിൽ നല്ല സൂക്ഷ്മത ജീവിതത്തിൽ കൈവരിക്കണം. ജീവിതത്തെ മുഴുവനും നല്ല തഖ്വയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം. വിശ്വാസരംഗത്ത് അപാകതകളില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ആ ഭൗതികമായി ആഹ്ലാദങ്ങളോ ആനന്ദങ്ങളോ വേണ്ട എന്നല്ല, എന്നാൽ അതൊക്കെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ അള്ളാഹുവിനെയും പരലോകത്തിനെയും നരകത്തെയും സ്വർഗത്തെയും ഒക്കെ മറന്നുകൊണ്ടാവരുത് നമ്മുടെ ജീവിതങ്ങൾ എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കുക. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരല്ലാത്തവർ എല്ലാവർക്കും അള്ളാഹു ഷിഫായിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ജീവിക്കാനും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നിടത്ത് സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സമയം കൊണ്ടും അള്ളാഹിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ചെന്നു ചേരാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.